നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വീണ വിജയനെയും പിണറായിയെയും മുൾമുനയിൽ നിർത്തി ഇഡി അന്വേഷണം നടത്തുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേരളത്തിൽ അവിടെ എങ്ങനെയാണ് ആളുകൾ ജീവിക്കേണ്ടത് എന്ന് പോലും തീരുമാനിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ ഗുണ്ടകളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രകടനം. നിയമപരമായിട്ട് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണമുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ തോന്നുന്നത് പോലെ കാണിച്ചു കൂട്ടുന്ന CPM പ്രവർത്തകരുള്ള നാട്ടിലേക്ക് അന്വേഷണത്തിന് പോലും വരാൻ ഓരോ ഉദ്യോഗസ്ഥർക്കും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 3 വാഹനത്തിലെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വാഹനം വലിയൊരു അപകടത്തിൽപ്പെട്ട് തകർന്നടിഞ്ഞ പോലെയായിരുന്നു അവസ്ഥയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് 3 വാഹനങ്ങളും കല്ലുകൊണ്ടും വടികൊണ്ടും തല്ലി തകർക്കുന്നതിനിടയിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരച്ഛൻ ഒരു മകളെ സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് തമാശക്കെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. 2 തരം അച്ഛന്മാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തമാശയിൽ എടുത്താൽ മതി. അതായത് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് ചില CPM പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു അച്ഛൻ വലിയ ആത്മാഭിമാനത്തോടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നു. പെരുന്നാൾ ദിനത്തിൽ തന്റെ മകൻ കൂടെ ഇല്ല എങ്കിലും അവനെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു അച്ഛൻ. അതാണ് ഒരു വശത്ത്. മറുവശത്ത് തന്റെ മകളെയും തന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി പോരാളികളെ രംഗത്തേക്ക് ഇറക്കി സുരക്ഷിതമായിട്ട് നിൽക്കുന്ന മറ്റൊരച്ഛനാണ് പിണറായി വിജയൻ. തന്റെ മകളുടെ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ള ഒരുപാട് ആളുകളുടെ കുഞ്ഞുങ്ങളെ മക്കളെ കുരുതി കൊടുക്കുന്നു, ചാവേറാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. വലിയ രീതിയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കാണിച്ച വീറൊന്നും മണിക്കൂറുകൾക്ക് പിന്നങ്ങോട്ട് കണ്ടിട്ടില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ആക്രമണം നടന്ന് തൊട്ടത് കേന്ദ്ര സേനയാണ്, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണെന്ന് വ്യക്തമായതോടെ, കളി മാറിയെന്ന് മനസ്സിലായതോടെ ഈ ആക്രമണം നടത്തിയ CPM പ്രവർത്തകരൊക്കെ മാളത്തിലൊടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലരും പാർട്ടി ഓഫീസുകൾക്കകത്ത് ഒളിച്ചിരുന്നു. പുറത്ത് CPM നേതാക്കന്മാർ കാവലിരുന്നു. അതിനുശേഷം വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും അനുനയ ശ്രമമാണ് നടത്തിയത്. CPM പ്രവർത്തകർ, അതായത് പ്രധാനമായിട്ടും ബ്രിട്ടാസ് MP അടക്കമുള്ളവർ പുറത്ത് കാവലിരുന്നു കൊണ്ട് വരുന്ന ഉയർന്ന IPS ഉദ്യോഗസ്ഥരോടക്കം തങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ തിരിച്ചറിഞ്ഞ് അവരെ സ്റ്റേഷനിലേക്ക് എത്തിക്കാം, തങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നത്തിന് നിൽക്കരുത് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിനകത്ത് കയറി ഒരു അറസ്റ്റ് എന്നുള്ള തരത്തിലേക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും കളി മാറിയിരിക്കുകയാണ്. ഒരു പോലീസ് സേനയെ തൊട്ടാൽ പോലും വലിയ രീതിയിൽ നിയമ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാകുന്ന അവസ്ഥയിലാണ് പോലീസ് സേനയെ മറികടന്നുകൊണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറികടന്നുകൊണ്ട് ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ SFI പ്രവർത്തകരടക്കം ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. CPM മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു MV ഗോവിന്ദൻ അടക്കമുള്ളവരുള്ള വേദിയിൽ തന്നെയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നിരിക്കുന്നതും എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ED അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, മടിയിൽ കനമില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മടിയിൽ കനമില്ല എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ പറയുന്ന അന്വേഷണം വന്ന് അവർക്കെതിരെ ചെറിയൊരു മുദ്രാവാക്യമൊക്കെ വിളിച്ച സൈഡിൽ നിന്ന് ഒരു പ്രതിഷേധം അറിയിച്ച ശബ്ദമില്ലാതെ പുറത്തു പോകണമായിരുന്നു. ഇതിപ്പോൾ പിണറായിക്കെതിരെ ഒരു അന്വേഷണം വന്ന് അത് അന്വേഷിച്ച് തിരിച്ചു പോകാനിരുന്ന ED ഉദ്യോഗസ്ഥരെ കയറി ചൊറിഞ്ഞ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇനി പിണറായിയെ പൂട്ടിയിട്ടേ തിരിച്ചു പോകൂ എന്നുള്ള ഒരു വാശിയടക്കം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഭീകരമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അന്തരീക്ഷം. അതായത് SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി CPM പ്രവർത്തകർ, നിരവധി സഖാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ, ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള, സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ള, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സാന്നിധ്യം ഉറപ്പിച്ച സ്ഥലത്താണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത്. ഒരു അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥർ അവരന്വേഷിച്ച് ചോദിക്കാനുള്ളത് ചോദിച്ച് അവിടെ നിന്നും കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടിയില്ല എന്ന് എഴുതി തിട്ടപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് അവരുടെ ജോലിയാണ്. ആ ജോലിയെ തടസ്സം
പ്രയാസപ്പെടുത്തി അവരെ ആക്രമിക്കാൻ മാത്രം വിവരമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ CPM പ്രവർത്തകർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മടിയിൽ കനമില്ല എങ്കിൽ ഇവരെന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവർ പറയുന്നത് പോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ BJPയുടെ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട്, മോദി സർക്കാരിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ED ഉദ്യോഗസ്ഥർ അവിടെ അന്വേഷണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തെളിവൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇവരെന്തിനാണ് പേടിക്കുന്നത്? അന്വേഷണം വന്നതുകൊണ്ട് ഒരിക്കലും പിണറായി വിജയനെ തകർക്കാൻ പറ്റുമെന്ന് ആരും കരുതണ്ട, നമ്മളും അത് കരുതുന്നില്ല. അപ്പോൾ അന്വേഷണം വന്ന് അതിന് സഹകരിക്കുന്ന പ്രവർത്തകരാണ് എങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഒരു തെളിവും കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇത്ര ഭയന്നത്? അകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പിണറായിയെ മുൾമുനയിൽ നിർത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിമിഷങ്ങൾക്കുള്ളിൽ അണികളെ നിരത്തിക്കൊണ്ട് പ്രതിഷേധങ്ങളും ഭീഷണിയും ഭയപ്പെടുത്തലും നടത്തിയത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ പേടിച്ച് വിറപ്പിച്ച് അവിടെ നിന്ന് ഇറക്കിവിടാനാണ് എന്നത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. എന്തായാലും തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ പിണറായിയുടെ വാക്കുകൾ എത്രത്തോളം വ്യക്തമാണ് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വാക്കല്ല യാഥാർത്ഥ്യം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിലാണ് ചില പ്രതികരണങ്ങൾ, ചില അഭിപ്രായങ്ങൾ, അവകാശവാദങ്ങളൊക്കെ പുറത്തുവരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് പിണറായി എന്ന് പറയുന്ന ഒരു അച്ഛൻ തന്റെ മകളെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ മറുവശത്ത് പിണറായിക്ക് വേണ്ടി, പിണറായിയുടെ മകൾക്ക് വേണ്ടി തന്റെ മക്കളെ ചാവേറാക്കുന്ന ചില അച്ഛന്മാരെയും കാണാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആത്മാഭിമാനം പൂണ്ടു നിൽക്കുന്ന വലിയൊരു അച്ഛന്മാരും അമ്മമാരുമുള്ള ഒരു കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആക്രമണത്തെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം, അത് നമ്മുടെ കേരളത്തിന് വലിയ ആപത്താണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ്. എന്തായാലും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പിണറായിക്കും മകൾക്കും കുരുക്കുമുറുകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ ED മുന്നോട്ട് പോകുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നടപടി മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളതും സൂചനയുണ്ട്. ബുധനാഴ്ച കേരളത്തിലും കർണാടകയിലുമായിട്ടാണ് വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ നടക്കുന്നത്. വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ട് ED മരവിപ്പിച്ചു. ബാങ്കിലുണ്ടായിരുന്ന സ്ഥിര നിക്ഷേപങ്ങളുടെ രേഖകളും പരിശോധനകളിൽ ED സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ നടത്തിയിട്ടുള്ള കോടികളുടെ നിയമവിരുദ്ധമായിട്ടുള്ള മാസപ്പടി ഇടപെടലുകളാണ് EDയുടെ ഈ ശക്തമായിട്ടുള്ള നീക്കം. CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തിയത്. കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച 10ഓളം കേന്ദ്രങ്ങളിൽ ED ഒരേ സമയം തിരച്ചിൽ നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്, കണ്ണൂരിലെ കുടുംബ വീട്, മുൻ മന്ത്രിയായിരുന്ന PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വസതി എന്നിവിടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. കേരളത്തിലെ കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പുറമെ ബാംഗ്ലൂരുവും CMRL മാനേജ്മെന്റുമായി വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം റെയ്ഡ് ഉണ്ടായതായിട്ട് ED ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള പരിശോധനയ്ക്ക് പിന്നാലെയുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ CPM പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് മാരകായുധങ്ങളുമായി 300ഓളം വരുന്ന അക്രമി സംഘങ്ങളാണ് തങ്ങളെ വളഞ്ഞതെന്നാണ് ED അസിസ്റ്റന്റ് ഡയറക്ടർ V സനത്ത് റെഡ്ഡിയുടെ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിലും പരിക്കേറ്റ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിക്സൺ ഡേവിഡിന്റെ മൊഴിയിലും വ്യക്തമാകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 189 ക്ലോസ് 2, 191 ക്ലോസ് 2, 191 ക്ലോസ് 3, 190, 126 ക്ലോസ് 2 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ബേക്കറി ജംഗ്ഷനിലെ വസതിയിലെയാണ് റെയ്ഡ് പൂർത്തിയാക്കിയ ശേഷം ED സംഘം ഗേറ്റിന് പുറത്തേക്ക് വന്നപ്പോൾ CPM DYFI പ്രവർത്തകർ മാരകായുധങ്ങളുമായിട്ട് എത്തി ആക്രമണമായി അഴിച്ചുവിടുന്നത്. വടികളും കല്ലുകളും ഇഷ്ടികകളും ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള കല്ലേറിലും തല്ലിച്ചതയ്ക്കലിലും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 വാഹനങ്ങൾ തകരുകയും ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ആക്രമണത്തിന് ED ഉദ്യോഗസ്ഥന്റെ കൈക്ക് പരിക്കേൽക്കുകയും കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഇഷ്ടിക കൊണ്ടുള്ള ഏറേറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.
കൂടാതെ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് CRPF ഉദ്യോഗസ്ഥരെയും ആക്രമി സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു എന്നതും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതും കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആക്രമണത്തിന് ശേഷം ED സംഘം നേരിട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകിയത്. എന്തായാലും റെയ്ഡിനെ കുറിച്ച് മുൻകൂട്ടി യാതൊരു വിവരവുമില്ല എന്നാണ് ഇത്തരം ആരോപണങ്ങളിൽ ചെന്നിത്തല പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് മോദിയും VDയും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ പുറത്താണ് എന്നുള്ള തരത്തിലായിരുന്നു ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം. അതിലൊക്കെ ആഭ്യന്തരമന്ത്രിയായ ചെന്നിത്തല പറയുന്നത് ഇങ്ങനെയാണ്: ഈ റെയ്ഡിനെ കുറിച്ചോ അന്വേഷണത്തെക്കുറിച്ചോ ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ മുൻകൂട്ടി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. മുൻകൂട്ടി അറിയിപ്പില്ലാതിരുന്നിട്ടും സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടിയപ്പോൾ ക്രമസമാധാന പാലനത്തിനായി പോലീസ് കൃത്യമായി ഇടപെട്ടു എന്നും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ വാദം. ഇടയ്ക്ക് നേരെ ഉണ്ടായത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി ആക്രമികൾ എവിടെ ഒളിച്ചാലും വിടാതെ പിടികൂടുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ തലസ്ഥാന നഗരിയിൽ വെച്ചുണ്ടായിട്ടുള്ള ഈ വൻ സുരക്ഷാ വീഴ്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ഫോണിലൂടെ അടിയന്തര വിശദീകരണം തേടിയ ഗവർണർ പോലീസിന്റെ ഭാഗത്തുണ്ടായ അനാസ്ഥയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളിൽ കൃത്യമായ മറുപടിയും ആവശ്യപ്പെട്ടു. ഇതിനിടെ ED വാഹനങ്ങൾ തകർത്ത കേസിൽ കനത്ത നാടകീയതയ്ക്കൊടുവിലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പ്രതികൾ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ച് കഴിയുന്നതിനിടെ ആ വിവരത്തെ തുടർന്ന് പോലീസ് സംഘം അവിടെ ഓടിയെത്തുകയും അവരെ ഓഫീസിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ള പ്രതിഷേധത്തിനിടെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പാർട്ടി ഓഫീസിന് മുന്നിൽ പോലീസും നേതാക്കളും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി. ഒടുവിൽ ക്രമസമാധാന നില വഷളാകുന്നത് കണ്ടതോടെ ADGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി CPM നേതൃത്വവുമായി കനത്ത അനുനയ ചർച്ചകൾ നടത്തേണ്ടി വന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഒളിവിലിരുന്ന പ്രതികളെ പോലീസിന് കൈമാറാൻ CPM തയ്യാറായത്. സ്റ്റേഷനിലെത്തിയ പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം പിണറായി ഇറങ്ങിയതോടുകൂടെ ഇവിടെ ഇപ്പോൾ നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഇത്രയും കാലം കേരളം ഭരിച്ചിരുന്നത് ഗുണ്ടകളുടെ നേതൃത്വമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസായിട്ട് മാസപ്പടി കേസ് മാറുന്നു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പിണറായിക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്.